ശ്രീകമലം ശ്രീഗുരുൻ വൈഷ്ണവംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖന്വിതംശ്ച ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ പാഞ്ചാകൽപതരൂപ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം പരമാനന്ദമാധവം യസ്വാനുഭാവമഖില ശ്രുതിസാരമേകം അധ്യാത്മദീപമതിതീർഷദന്തമോന്തം സംസാരിണം കരുണയാക പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരയേത് നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ മഹാവിഷ്ണു ഗോസ്വാമിന്നിതി നാമിനി നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനി നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ കീ ജയ് ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അതോടൊപ്പം എല്ലാവർക്കും ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. ഹരേ കൃഷ്ണ. കഴിഞ്ഞ ദിവസം നമ്മള് 23 ശ്ലോകം എടുത്തു അല്ലെ? ഹരേ കൃഷ്ണ. 23-ാമത്തേതല്ലേ എടുത്തിരുന്നേ? സ്കന്ധം 23 എടുക്കാനാണ് മാതാജി. 22 വരെ എടുത്ത് 23 എടുക്കാനാണ്. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. അല്ല മാതാജി, ഫസ്റ്റ് സ്കന്ധം തന്നെ 17-ാമത്തെ അധ്യായത്തിലെ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന 23-ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ. നമ്മൾ കഴിഞ്ഞ ദിവസം ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. അപ്പൊ എന്തൊക്കെയാണ് ഈ സ്വധർമ്മവും നിത്യധർമ്മവും തമ്മിലുള്ള വ്യത്യാസം? എന്താണ്? സ്വധർമ്മം എന്താണ്? നിത്യധർമ്മം എന്താണ്? ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സ്വധർമ്മം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ ഏത് പദവിയിലിരിക്കുന്നു ആ സ്ഥിതിയിൽ ചെയ്യേണ്ടത് സ്വധർമ്മം. പിന്നെ നിത്യകർമ്മം എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ സമർപ്പിച്ച് നമ്മൾ ചെയ്യുന്ന കർമ്മം നിത്യകർമ്മം. ഭഗവാന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നോ അത് നിത്യധർമ്മം. നമ്മള് ആരാണ്? ഭഗവാന്റെ സേവകരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാന് വേണ്ടി ചെയ്യുന്ന എല്ലാം തന്നെയും നിത്യധർമ്മത്തിൽ പെടുന്നു. പിന്നീട് അപ്പൊ ഈ പിന്നെ നമ്മൾ പഠിച്ചത്, കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്, ബ്രഹ്മം, പരമാത്മാ, ഭഗവാൻ എന്ന് 3 ഭാവങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതെന്തൊക്കെയാണെന്ന് പറയാം വേറെ ആരെങ്കിലും? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു പറയൂ. നമ്മള് ഭാഗവതത്തിലെ 1-2-11 ശ്ലോകത്തെ കുറിച്ചായിരുന്നു ചർച്ച ചെയ്യുന്നത്. അവിടെ ഭഗവാന്റെ 3 ഭാവങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ.
അതായത് അവ്യക്തം, ഭാഗികമായിട്ട് വ്യക്തത, പിന്നെ പൂർണ്ണത. സൂര്യനെ ഉദാഹരണമാക്കിക്കൊണ്ട് ഭഗവാന്റെ ആ 3 അവസ്ഥകളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് വിശദമായിട്ട് മാതാജി പറഞ്ഞിരുന്നു. അപ്പം ബ്രഹ്മം എന്താണ്, പരമാത്മാവ് എന്താണ്, ഭഗവാൻ എന്താണ്, ഈ 3 കാര്യങ്ങളാണ് ഇന്ന് സംസാരിച്ചത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ആരാണ് ബ്രഹ്മം എന്താണെന്ന് ആരെങ്കിലും ഒന്ന് പറയും? ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശത്തെ ബ്രഹ്മമായിട്ടും സൂര്യഗോളം പരമാത്മാവായിട്ടും പിന്നെ അതിലെ വ്യക്തിയെ ഭഗവാനായിട്ടും പറയുന്നു. അങ്ങനെയാണോ മാതാജി മനസ്സിലാക്കിയത്? ഞാനത് എക്സാമ്പിൾ ആണ് മാതാജി പറഞ്ഞു തന്നത്, സോറി. അപ്പൊ അത് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നതാണ്. സൂര്യനിൽ നിന്ന് വരുന്ന ആ രശ്മികൾ പ്രപഞ്ചമെല്ലാം ഓരോ ബ്രഹ്മാണ്ടത്തിലും, ഇങ്ങനെ ഓരോ ബ്രഹ്മാണ്ടത്തിനും ഓരോ സൂര്യനുണ്ട് അല്ലേ? അപ്പൊ ആ ഓരോ സൂര്യൻ, ഓരോ ബ്രഹ്മാണ്ടത്തിൽ മുഴുവൻ ആ രശ്മികൾ വ്യാപിച്ചിരിക്കുന്നു. അതുപോലെ നമ്മുടെ ഭഗവാൻ, ഗോലോക വൃന്ദാവനത്തിലിരിക്കുന്ന ഭഗവാൻ അഥവാ വൈകുണ്ഠത്തിന്റെ അധിപനായ ഭഗവാനിൽ നിന്ന് എന്താണ്, പ്രകാശരശ്മികള് സ്ഫുരിക്കുന്നു. ആ പ്രകാശരശ്മികൾ വ്യാപിച്ചിട്ട് എവിടം വരെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇവിടം വരെയാണ് ബ്രഹ്മജ്യോതിസ് വരെ അല്ലെ? ബ്രഹ്മജ്യോതിസിൽ വരെ. അപ്പൊ ഭഗവാന്റെ രശ്മികൾ, ഭഗവാനിൽ നിന്ന് വരുന്ന പ്രകാശമാണ് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ആ പ്രകാശത്തെയാണ് നമ്മൾ ബ്രഹ്മം എന്ന് പറയുന്നത്. സൂര്യരശ്മി പോലെ, സൂര്യരശ്മി ബ്രഹ്മാണ്ടത്തിൽ എപ്രകാരമാണോ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത്, അതുപോലെ ഭഗവാനിൽ നിന്ന് വരുന്ന ആ പ്രകാശം സർവ്വയിടത്തെയും പ്രകാശമാനമാക്കി മാറ്റുന്നു. നമ്മള് നേരം എടുത്ത് എഴുന്നേൽക്കുമ്പോൾ രാവിലെ സൂര്യൻ പ്രകാശിക്കുമ്പോഴേ സൂര്യൻ ഉദിച്ചു എന്ന് പറയുന്നു. പക്ഷെ നമ്മൾ കാണുന്നത് എന്താണ്? സൂര്യരശ്മിയാണ്. അതുപോലെ ഭഗവാനെയാണ് അവര് കാണുന്നത്. ഭഗവാനെ കാണുന്നത് എന്താണ്? ഭഗവാന്റെ പ്രകാശം കാണുമ്പോൾ ആ പ്രകാശത്തെ അവര് ബ്രഹ്മം എന്ന് വിളിക്കുകയും അത് ആ ബ്രഹ്മാണ്ടം മുഴുവൻ അവിടെ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. കാരണം മുഴുവനും ഇപ്പം ഗോലോക വൃന്ദാവനത്തിൽ നിന്ന് വരുന്ന ആ പ്രകാശധരിമ വൈകുണ്ഠമായിരിക്കുന്ന ആ ഭാഗം മുഴുവൻ അതുപോലെ എന്താണ്, ആ ജ്യോതിസ് മുഴുവനും വ്യാപിച്ച് കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഭഗവാനിൽ നിന്ന് വരുന്ന ധരണിനെയാണ് നമ്മൾ എന്തായി പറയുന്നത്? ബ്രഹ്മഭാവമായിട്ട് പറയുന്നത്. മനസ്സിലായോ? അതെ. ഹരേ കൃഷ്ണ. ആരെങ്കിലും ഒന്ന് പറയൂ, ഹരേ കൃഷ്ണ, ബ്രഹ്മം എന്താണ് എന്നുള്ളത്? ഹരേ കൃഷ്ണ. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആ ഭഗവാനെ പരബ്രഹ്മമായിട്ട്, അല്ല പരബ്രഹ്മല്ല, എന്താ പറയാ, ഭഗവാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരമാത്മാവ് നമ്മുടെ ഉള്ളിൽ, എല്ലാവരുടെ ഉള്ളിലും സ്ഥിതി ചെയ്യുന്ന അത് പരമാത്മാവ്. പിന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ, അത് ഭഗവാൻ എന്ന് പറയുന്നു. ശ്രീകൃഷ്ണനെ ഭഗവാൻ എന്ന തത്വത്തില് നമ്മൾ കാണുന്നു. എല്ലാവരുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നത് പരമാത്മാവ്. അവ്യക്തിഗതവാദികള്. ഹരേ കൃഷ്ണ മാതാജി. ഭഗവാനിൽ നിന്ന് പ്രകാശരശ്മികൾ വ്യാപിച്ച എല്ലാ ബ്രഹ്മാണ്ടങ്ങളിലും പ്രകാശമാനമായി ലോകബന്ധനത്തിൽ ഇരിക്കുന്ന ഭഗവാനിൽ നിന്ന് ഉണ്ടാകുന്ന ആ പ്രകാശരശ്മി, ആ ഭഗവാന്റെ തേജസ്, പ്രകാശം എന്ന് പറയാൻ ഒക്കത്തില്ല, ഭഗവാന്റെ തേജസ് എങ്ങനെയാണോ വൈകുണ്ഠത്തെ, ഈ ഒറ്റ ഇത് കാര്യം പഠിച്ചു വെച്ചാൽ മതി, വൈകുണ്ഠത്തെ മുഴുവനും അതുപോലെ ബ്രഹ്മജ്യോതിസിനെ മുഴുവനും പ്രകാശമാനമാക്കി തീർക്കുന്നത്. അപ്പൊ അവിടെ ലൈറ്റിന്റെയോ വേറൊരു വിളക്കിന്റെയോ ഒന്നും ആവശ്യമില്ല, ഭഗവാന്റെ തേജസ് കൊണ്ട് സ്ഫുരിക്കുന്നത്. അപ്പൊ ആ തേജസ്സാണ് ഭഗവാൻ എന്ന് വിശ്വസിക്കുന്നു. ആ തേജസ് തന്നെയാണ് ഭഗവാൻ. അതാണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. എന്താണ്? ഒന്നുകൂടെ ആലോചിച്ച് നോക്കൂ. ഭഗവാനിൽ നിന്ന് വരുന്ന ആ തേജസ് എന്തിനെയൊക്കെ, വൈകുണ്ഠത്തെ ആകെയും ബ്രഹ്മജ്യോതിസ് വരെയുള്ള ജ്ഞാനികൾ എവിടെയാ എത്തുന്നത്? ബ്രഹ്മജ്യോതിസിലാണ് എത്തുന്നത് ജ്ഞാനികൾ. അപ്പൊ ആ ബ്രഹ്മജ്യോതിസ് വരെ വ്യാപിച്ചു നിൽക്കുന്നു. ആ പ്രകാശം തന്നെ ഭഗവാനാണ്
എന്നുവെച്ചാൽ ഭഗവാന് വേറൊരു ഭാവം ഉണ്ടെന്ന് അവിടെ ചെല്ലുന്നവർക്ക് അറിയത്തില്ല. അവര് കരുതുന്നത് ഈ പ്രകാശം തന്നെ ഭഗവാനാണ് എന്ന് കരുതുന്നു. അതാണ് ആ പ്രകാശം വ്യാപിച്ചിരിക്കുന്നു. ആ പ്രകാശത്തെയാണ് ഭഗവാന്റെ ഭാവം തന്നെയാണ്, ഭഗവാനിൽ നിന്നാണ്. സൂര്യരശ്മി സൂര്യന്റെ അല്ലെന്ന് പറയാൻ പറ്റത്തില്ല, അല്ലെ? സൂര്യന്റെ ഭാഗം തന്നെയാണ് സൂര്യരശ്മി. അതുപോലെ തെറ്റത് നിങ്ങൾക്ക് ഇത് രണ്ടും തമ്മിൽ. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത്, സൂര്യന്റെ എക്സാമ്പിൾ പറഞ്ഞു തന്നിരിക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സൂര്യന്റെ രശ്മി എപ്രകാരമാണോ ഈ പ്രപഞ്ചത്തെ ആകെ പ്രകാശമാനമാക്കി തീർക്കുന്നത്, അതുപോലെ ഈ ഭഗവാൻ ഗോലോക വൃന്ദാവനത്തിൽ ഉള്ള ആ ഭഗവാനിൽ നിന്ന് വരുന്ന തേജസ് എപ്രകാരമാണോ ബ്രഹ്മജ്യോതിസ് വരെയുള്ള ആ പ്രദേശത്തെ മൊത്തം നമ്മൾ കണ്ടു, ഇല്ലേ? അപ്പം ആ ഒരു വിരജ റിവർ കടന്നിട്ട് സദാശിവലോകം കടന്നിട്ട് വൈകുണ്ഠലോകം കടന്നിട്ടാണ് എന്ത് വരുന്നത്, ഭഗവാന്റെ ഗോലോക വൃന്ദാവനം വരുന്നതെന്ന് നമ്മൾ കണ്ടതാണ്, നമ്മളത് പഠിച്ചതാണ്. അതിന്റെ ഓരോ വ്യക്തഭാവം എടുത്ത് കാണിച്ച് പഠിപ്പിച്ചതാണ്. അപ്പൊ ആ ഭാവത്തിൽ യഥാർത്ഥത്തിൽ ആ ജ്യോതിസ് വരെ വ്യാപിച്ചിരിക്കുന്ന തേജസ്സിനെയാണ് എന്തു പറയുന്നത്, ബ്രഹ്മഭാവമെന്ന് പറയുന്നത്. വേറെ ആരെങ്കിലും ഒന്ന് പറഞ്ഞത്? ഹരേ കൃഷ്ണ. അത് മനസ്സിലാക്കാതെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. ഹരേ കൃഷ്ണ മാതാജി, ഞാൻ പറയാം. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. അതായത് ഭഗവാൻ ഗോലോകത്തിരിക്കുന്ന ഭഗവാന്റെ പ്രഭയാണ്, അതിന്റെ തേജസ്സാണ്, അതിന്റെ പ്രകാശമാണ് ലോകമെമ്പാടും ഭൂഖണ്ഡങ്ങളിലെല്ലാതും വ്യാപിച്ചു കിടക്കുന്നത്. ആ പ്രകാശത്തിനെ കണ്ടിട്ട് അതാണ് യഥാർത്ഥ ഭഗവാൻ എന്ന് വിചാരിച്ചിട്ട് അതിനെ ബ്രഹ്മമെന്ന് സങ്കല്പിക്കുന്നു. യഥാർത്ഥത്തിൽ അതല്ല ബ്രഹ്മം അതാണ്. പക്ഷെ ഭഗവാൻ ആണ് യഥാർത്ഥത്തിലുള്ളത്. ആ ഭഗവാന്റെ പ്രകാശത്തെ, ആ ഒരു ശക്തിയെ, ആ ഒരു തേജസ്സിനെ, അതിനെയാണ് ബ്രഹ്മം എന്ന് എല്ലാവരും വിചാരിച്ച് ആരാധിക്കുന്നത്. അതാണ് ബ്രഹ്മത്തിനെ ആരാധിക്കുന്നവർ. അതായത് ബ്രഹ്മം എന്ന് പറയുന്നത്, ബ്രഹ്മം എന്ന് പറയുന്നത്. ശരിക്കും ഭഗവാൻ എന്ന് പറയുന്നത് വേറെയാണ്. ഭഗവാൻ എന്ന് പറയുന്നത് വേറെയാന്ന് പറയരുത്, ഒരിക്കലും പറയരുത്. വേറെയല്ല. ഭഗവാന്റെ അതെ, ഭഗവാൻ എന്നത് വേറെയല്ല, ഭഗവാന്റെ ഇത് തന്നെയാണ്. പക്ഷെ ഭഗവാൻ, യഥാർത്ഥ ഭഗവാൻ എന്ന് പറയുമ്പോൾ ഗോലോകത്തിരിക്കുന്ന ഭഗവാൻ, വേറെ ചിലതുകൂടി ഉണ്ട്, വേറെ ചില കാര്യങ്ങൾ കൂടി അതിലൂടെ അതിലേക്ക് വരുമ്പോഴാണ് ഭഗവാനാകുന്നത്. മറ്റേ മാതാജി പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള പരമാത്മാവ്, അതും ഭഗവാന്റെ വേറൊരു ഭാവമാണ്. അതുപോലെ പൂർണ്ണമായിട്ട് ഭഗവാൻ എന്ന് പറയുമ്പം ഈ ബ്രഹ്മവും വരുന്നു, പരമാത്മാവ് ഉൾക്കൊള്ളുന്നു. ഇതെല്ലാം കൂടി ഉൾക്കൊണ്ടിട്ടുള്ള ഭഗവാന്റെ പേഴ്സണൽ ഫോം. നമ്മുടെ ആ ഒരു കുട്ടി ഇടുന്ന ഡ്രസ്സ്, കുട്ടിയെ ധരിപ്പിക്കുന്ന ഡ്രസ്സിനെ നമ്മൾ അത് പറയും കുട്ടിയുടേതാണ് എന്ന് പറയും, അല്ലെ? അതുപോലെ ഭഗവാന്റേതാണ് എന്ത് തേജസ്സും. അതുപോലെ ഭഗവാൻ എന്ന് പറയുന്ന പൂർണ്ണ പുരുഷോത്തമനായി പൂർണ്ണ രൂപത്തോടു കൂടി നിൽക്കുന്നതാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ആ ഭഗവാൻ അതുപോലെ സൂര്യന് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു തന്നത്, സൂര്യ തേജസ്, സൂര്യഗോളം, സൂര്യ ഭഗവാൻ, സൂര്യൻ വിവസ്വാൻ. ഇപ്പോഴത്തെ സൂര്യന്റെ പേര് വിവസ്വാൻ. അങ്ങനെ 3 പറഞ്ഞതുപോലെ ബ്രഹ്മ, പരമാത്മ, ഭഗവാൻ. എല്ലാവർക്കും മനസ്സിലായി? ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കൂ. അത് മനസ്സിലാക്കാതെ നമുക്ക് ഭാഗവതത്തിലേക്ക് പോകാൻ, ഭാഗവതം പഠിച്ചുകൊണ്ട് പ്രയോജനമില്ല. ഭഗവാൻ ആരാണെന്ന് അറിയാതെ ഭാഗവതം പഠിച്ചിട്ട് എന്ത് കാര്യം? ഹരേ കൃഷ്ണ. എനിക്ക് ക്ലാസ് പോയെന്ന് വിചാരിച്ച ഒരു കുഴപ്പമില്ല എന്നെ സംബന്ധിച്ച്. കാരണം എന്തായാലും ഞാൻ ഭാഗവതം മൊത്തം തീർത്തിട്ട് മരിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും 18,000 ശ്ലോകങ്ങൾ കിടക്കുകയാണ്. അപ്പൊ അതിന് എന്തായാലും നടക്കത്തില്ല. ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ദയവ് ചെയ്ത് ചോദിക്കുക. ഹരേ കൃഷ്ണ. പരമാത്മ പറയണം. പരമാത്മ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഭഗവാന്റെ ഒരു ഭാവം, നമ്മുടെ ജീവാത്മാവിനോടൊപ്പം നമ്മുടെ ഉള്ളിൽ ഭഗവാന്റെ ഒരു ഭാവമുണ്ട്. ആ ഭാവത്തിന് ശംഖ് ചക്ര ഗദാപത്മധാരിയായിട്ട് വിഷ്ണു രൂപത്തിലാണ് അവിടെ ഉണ്ട്. നമ്മുടെ ഹൃദയത്തിൽ, എവിടെ ഹൃദയത്തിലാണെന്നാണ് ഇതിവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. നമ്മുടെ ഭഗവത്ഗീതയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലെ? ആ ഭഗവാന് നമ്മുടെ എന്താണ് ഒരു തള്ളവിരലിന്റെ ഭാഗം, ആ അളവാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അത്രയും നമ്മുടെ ഭഗവാനായിരിക്കുന്ന ആ ഭഗവാന്റെ ഭാഗമായിരിക്കുന്ന ആ പരബ്രഹ്മം എന്ന് പറയുന്ന ഭാഗം ജീവാത്മാവിന്റെ എല്ലാ ചെയ്തികളെയും
ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ കഴിഞ്ഞുകൂടും. നമ്മുടെ ഉള്ളിലുണ്ട്. ആ പരമാത്മാവ് ഇറങ്ങിപ്പോകും. ജീവാത്മാവ് പോകേണ്ട സമയമാകുമ്പോൾ പരമാത്മാവും അതോടൊപ്പം ഇറങ്ങിപ്പോകുന്നു. അപ്പൊ ആ പരമാത്മാവ് എന്ന് പറയുന്നത് ഭഗവാന്റെ രൂപത്തോട് അടുത്ത ഭാവമാണ് എന്ന് പറയുന്നത് പരമാത്മാവെന്ന് പറയും. ആ പരമാത്മാവ് നമ്മുടെ ഉള്ളിൽ കടന്നില്ല എങ്കിൽ, നമ്മുടെ ഉള്ളിൽ ഇല്ല എങ്കിൽ നമുക്ക് ജീവൻ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ പരമാത്മാവ് രണ്ടാമത്തെ ഭാവമാണ്. ഇതില് ബ്രഹ്മഭാവത്തിൽ എന്താണ് ഭഗവാനെ വിശ്വസിക്കുന്നവർക്ക് എവിടെ വരെ എത്താൻ കഴിയും, എവിടെ വരെ പോകാൻ കഴിയും? ബ്രഹ്മഭാവത്തിൽ ഭഗവാനെ വിശ്വസിക്കുന്നവർക്ക് എവിടെ എത്താൻ കഴിയും? അവരുടെ മരണശേഷം ബ്രഹ്മജ്യോതി വരെ ബ്രഹ്മജ്യോതിസിൽ വരും. അപ്പം ബ്രഹ്മജ്യോതിസ് എന്ന് പറയുന്ന പ്രകാശമാനമായിട്ട് നിൽക്കുകയാണ്. അവിടെയാണ് നമ്മൾ പഠിച്ച മഹത്തത്വത്തിന്റെ ഭാവവും ഒക്കെ ആ ഭാഗത്താണുള്ളത്. ആ പ്രകാശധ്വരണിമയാണ് അവിടെ കാണുന്നത്. അവിടെ നിന്നാണ് മഹത്വത്വം ഉണ്ടാകുന്നതും മറ്റും അവിടെ ആ ഭാഗത്ത് കാണുള്ളത് എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ ബ്രഹ്മജ്യോതിസിൽ എത്താം ബ്രഹ്മത്തിൽ വിശ്വസിക്കുന്നവർക്ക്. പിന്നെ ഇപ്പൊ മാതാജി ചോദിച്ച പരബ്രഹ്മഭാവം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഒരു വൃക്ഷത്തിൽ 2 കിളികൾ ഇരിക്കുന്നത് പോലെ ജീവാത്മാവും പരമാത്മാവും സ്ഥിതി ചെയ്യുന്നു. ആ പരമാത്മാവ് എന്ന് പറയുന്ന ഭഗവാനോട് അടുത്ത ഭാവം തന്നെ ആണ്. പക്ഷെ ഈ പരമാത്മാവിൽ വിശ്വസിച്ച് ഇപ്പൊ നമ്മള് എന്ത് ചെയ്യും? മെഡിറ്റേറ്റ് ചെയ്യുന്നവരാണ്, അഷ്ടായോഗങ്ങൾ ചെയ്യുന്നവരാണ്, ആസനം, യാമം, പ്രത്യാഹാരം, ഇങ്ങനെ 8 ഭാവത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ആ ഭാവങ്ങളൊക്കെ പഠിച്ചിട്ട് ലാസ്റ്റിൽ അവരെത്തുന്നതാണ് പരമാത്മാവിനെ കണ്ടു എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു ജന്മം കൊണ്ടത് സാധ്യമായെന്ന് വരികയുമില്ല. അപ്പൊ ആ ഭാവത്തിൽ എത്തിക്കഴിയുമ്പോഴേ ഒരു പ്രകാശം അവരിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അവരങ്ങ് ഉണരും. അവർ ആ മെഡിറ്റേഷനിൽ നിന്ന്, ആ സമാധിയിൽ നിന്ന് അവർ ഉണർന്നിട്ട് ഞാൻ ഭഗവാനെ കണ്ടു എന്ന ഭാവത്തിൽ അവിടെ എത്തും. ചിലപ്പോൾ അവർക്ക് അവരുടെ മനസ്സിൽ അത് മാത്രം ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ് പരമാത്മാവിനെ കാണാൻ. അപ്പൊ ആ പരമാത്മാവിന്റെ ഒരു ദർശനം ചിലപ്പോൾ അവരുടെ ആ കോൺസെൻട്രേഷൻ കൊണ്ട് കിട്ടിയെന്നിരിക്കും. അപ്പൊ അവിടെ എത്തുമ്പോൾ അവരങ്ങ് മാറുന്നു. അപ്പൊ അവർക്ക് അടുത്തതിലേക്ക് കടക്കാനുള്ള സാഹചര്യം ഇല്ലാതെ വരികയും അവിടെ വെച്ച് അവരുടെ ആ മെഡിറ്റേഷൻ സ്റ്റോപ്പ് ആകുകയും ചെയ്യുന്നു. അങ്ങനെ അവർ പരമാത്മാവിനെ ദർശിക്കുന്നു. മിക്കവാറും എല്ലാവരും പ്രകാശത്തിലാണ് ദർശിക്കുന്നത്. അങ്ങനെ കണ്ടു എന്ന് പറയുന്നവരാണ് യോഗികൾ. യോഗികളാണ് ആരെ കാണുന്നത്? പരമാത്മാവിനെ കാണുന്നത്. അതുപോലെ ജ്ഞാനികളാണ് എന്ത് കാണുന്നത്? ബ്രഹ്മത്തെ കാണുന്നത്. ജ്ഞാനികളാണ് ബ്രഹ്മത്തിൽ വിശ്വസിക്കുന്നത്. യോഗികളാണ് പരമാത്മാവിൽ വിശ്വസിക്കുന്നത്. പിന്നീട് ആ പരമാത്മാവിൽ വിശ്വസിക്കുന്നവർ എത്തുന്നത് ഏത് ലോകത്താണെന്ന് ഞാൻ പറഞ്ഞു. എവിടെയാ എത്തുന്നത്? ബ്രഹ്മലോകത്ത്. എവിടെ? ബ്രഹ്മലോകത്ത്. ബ്രഹ്മലോകം വരെ എത്തില്ല. അതിനു മുമ്പ് എവിടെയാണ്? ജനലോകം, മഹർലോകം. ഇവിടെ എവിടെയെങ്കിലും ജനലോകമോ മഹർലോകമോ അവിടെ എവിടെയെങ്കിലും 2 ലോകങ്ങൾ എത്തും. അവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യും? കൂടുതൽ ഒന്നുകൂടി അവര് ഭഗവാനെ ആരാധിച്ചു കഴിയുമ്പോഴാണ് അവർക്ക് എവിടെ എത്താൻ കഴിയുന്നത്? ബ്രഹ്മലോകത്തിലെത്താൻ. അങ്ങനെ ബ്രഹ്മലോകത്തിൽ എത്തിയാലാണ് അവർക്ക് വീണ്ടും ബ്രഹ്മാവ് പോകുമ്പോൾ ഭഗവാന്റെ കൂടെ അവരുടെ കൂടെ എത്താൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ വേണം? അത്രമാത്രം ഈശ്വര ചിന്ത ആ ജനലോകത്ത് വെച്ചും തപോലോകത്ത് വെച്ചും അവരിൽ ഉണ്ടാകണം. പക്ഷെ മിക്കവാറും പറ്റുന്നത് അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ആ കോൺസെൻട്രേഷൻ എന്നുവെച്ചാൽ പോകുന്നവരുടെ അവിടെ എത്താൻ കഴിയുന്നവരുടെ ആ കോൺസെൻട്രേഷൻ പോവുകയും തിരിച്ചു പതിക്കാനിടയായി തീരുകയും ചെയ്യും. പക്ഷെ അവിടെ വരെ എത്തുന്ന ഭാവം വളരെ കഷ്ടപ്പെട്ടതാണ്. എത്രയോ ജന്മങ്ങൾ എടുത്തായിരിക്കും അവരവിടെ എത്തുക. എന്നിട്ട് അവരവിടെ എത്തിയതിനു ശേഷം മുനിമാരുടെ കൂടെ അവിടെ വസിക്കുന്നു. അവിടെ ഈശ്വരഭാവം കിട്ടിയാൽ അവർക്ക് പോകാൻ കഴിയും. അല്ല എങ്കിൽ ജന്മജന്മാന്തരങ്ങൾ പിന്നെയും അവിടെ കഴിച്ചിട്ട് തിരിച്ചു വരേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് അങ്ങനെ യോഗികളുടെ ഭാവമാണ്. മനസ്സിലായോ മാതാജി? അത് പരമാത്മാവ് എന്താണെന്ന്? ഈശ്വരന്റെ ഭാവമാണ്. അവിടെ ഈശ്വരന്റെ രൂപം, ഒരു ചെറിയ രൂപമുണ്ട്. വിഷ്ണു രൂപത്തിലാണ് അവർ ദർശിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇനിയും ഭഗവാൻ ആരാണ്? ഭഗവാൻ എന്ന് പറയുന്ന പൂർണ്ണ പുരുഷോത്തമനാണ് ഭഗവാൻ എന്ന് പറയുന്നത്. 64 ഐശ്വര്യങ്ങളോടുകൂടിയ 6 ഐശ്വര്യങ്ങൾക്ക് എല്ലാം പൂർണ്ണമായി നിറഞ്ഞു നിൽക്കുന്ന ഏതൊക്കെയാണ് 6 ഐശ്വര്യങ്ങള്? എന്തൊക്കെയുണ്ട് ഐശ്വര്യങ്ങൾ ഭഗവാന്? ആർക്ക് പറയാം? സമ്പത്തുണ്ട്, കീർത്തി, വൈരാഗ്യം,
റിച്ച്നെസ്, സൗന്ദര്യം, സ്ട്രെങ്ത്, ബ്യൂട്ടി, നോളജ്, റിനൗൺസിയേഷൻ, ഇതെല്ലാം ഭഗവാന് പൂർണ്ണമായിട്ടുണ്ട്. 6 ഐശ്വര്യങ്ങളും, സമ്പത്തും, പ്രതാപവും, ഭംഗിയും, എന്താണ് അറിവും, അതുപോലെ എന്താണ് ആദ്യ ത്യാഗം ചെയ്യാനുള്ള ത്യാഗഭാവവും, ഇതെല്ലാം 6 നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാനിൽ മാത്രമാണ് 64 ഭാവങ്ങളുള്ളത്. ബാക്കി എല്ലാവരിലും അതിൽ കുറവാണ്. ഭഗവാന് മാത്രമുള്ള 4 ഭാവങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ ഓർക്കണം, നേരത്തെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ. അല്ലാതെ നമ്മൾ ഭഗവാനെ എന്തിനു വിളിക്കുന്നു എന്നൊരാൾ ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയണ്ടേ നിങ്ങൾക്ക്? സൗന്ദര്യം, ബുദ്ധി, സൗന്ദര്യം, ബുദ്ധിയും, ത്യാഗവും, റിച്ച്നെസ്സും, സ്ട്രെങ്തും, ഇതൊക്കെ ഭഗവാനെ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ അത് കൂടാതെ 64 ഐശ്വര്യങ്ങൾ കൂടി ഭഗവാനുണ്ട്. 64 ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഭഗവാന് മാത്രമേ ഉള്ളൂ 64. വിഷ്ണുവിന് 60 ഉള്ളൂ. അതുപോലെ പിന്നെ ശിവന് 55 ഭാവങ്ങളേ ഉള്ളൂ, 65 ഐശ്വര്യങ്ങളേ ഉള്ളൂ. പിന്നെ എന്താണ്? ബ്രഹ്മാവിന് 50 അല്ലെ? അപ്പൊ ആ ഭാവം ആരിൽ മാത്രമേ ഉള്ളൂ? 4 എണ്ണം ഉള്ളത് ഭഗവാനിൽ മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാ പറഞ്ഞത് ഞാൻ? ലീലാമാധുരി, എന്താണ്? ലീലകൾ കാണിച്ചുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരെ ഭ്രമിപ്പിക്കുന്നു. ആ ലീലാമാധുരിയും, അതുപോലെ വേണുമാധുരി, വേണുവിൽ കൂടി ലോകത്തെ മുഴുവൻ എന്താണ് ആസ്വദിപ്പിക്കുന്നു, ആ ഭാവവും. രൂപമാധുരി, ഭഗവാനെ പോലെ രൂപത്തിൽ സുന്ദരനായിട്ട്, വേണുംകുണന്തമരവിന്ദദളായതാക്ഷം ബർഹാവതം സമസിതാംബുദ സുന്ദരാംഗം കന്ദർപ്പകോടി കമനീയ വിശേഷ ശോഭം ഗോവിന്ദമാദിപുരുഷം തമഹം വരെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഭാവങ്ങളൊക്കെ അത് ഭഗവാന്റെ ഉള്ളൂ. പിന്നെ പ്രേമമാധുരി, എന്താണ്? എപ്പം നോക്കിയാലും ആര് കൂടെ ഉണ്ട്? ഡിവോട്ടീസ് കൂടെ ഉണ്ട്. അപ്പം എന്താണ്? മന്ദാരകുന്ദ ആകരസോദബല ചാരുണ, അങ്ങനെ ഭഗവാൻ ഇങ്ങനെ ഒരുങ്ങി സുന്ദരനായിട്ട് എന്താണ് കൂട്ടുകാരുടെ കൂടി ഇങ്ങനെ നടക്കുന്നതാണ് കാണുന്നത്. അപ്പൊ ഭഗവാന് തന്നെ ഉള്ളത് ലീലാമാധുരി, വേണുമാധുരി, രൂപമാധുരി, പ്രേമമാധുരി. ഇതൊന്നും നമ്മൾ മറ്റുള്ളവരിൽ കാണുന്നില്ല. ഈ 4 എണ്ണം ഭഗവാന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത് ഈ ഭാവങ്ങള്. പിന്നെ അങ്ങനെ ഭഗവാനെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പം ബ്രഹ്മം എന്ന് പറയുന്നത് മാതാജി ഭഗവാൻ പ്രകാശമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ബ്രഹ്മത്തിൽ വിശ്വസിക്കുന്നത്. നോട്ട് ചെയ്യുക, ഭഗവാൻ പ്രകാശമാണ് എന്ന് വിശ്വസിക്കുന്നവര്. എന്നിങ്ങനെയുള്ള പ്രകാശം? ഭഗവാൻ ഗോലോക വൃന്ദാവനത്തിലിരിക്കുന്ന ഭഗവാന്, ആ ഭഗവാനിൽ നിന്ന് വരുന്ന തേജസ് ബ്രൈകുണ്ഠം മുഴുവനും അതുപോലെ എവിടെയും ആ ജ്യോതിസായിട്ട് പ്രകാശിക്കുന്നു. ആ പ്രകാശം കണ്ടിട്ട് ആ പ്രകാശമാണ് ഭഗവാൻ എന്ന് വെച്ചാൽ പ്രപഞ്ചമാകെ വ്യാപിച്ചിരിക്കുന്നത് ഭഗവാനാണ്, സർവ്വതും ഭഗവാനാണെന്ന് വിശ്വസിക്കുന്നവരാണ് ബ്രഹ്മഭാവത്തിൽ വിശ്വസിക്കുന്നത്. മനസ്സിലായോ? ഹരേ കൃഷ്ണ. മദജി എന്തോ? ഭഗവാന്റെ തേജസ്സാണ് ബ്രഹ്മം. ആ തേജസ്സാണ് പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഹരേ കൃഷ്ണ. ഓക്കെ. ഭഗവാന്റെ തേജസ്സാണ് ബ്രഹ്മം. ആ തേജസ് ഭഗവാനാണെന്ന് ആ തേജസ് കണ്ടിട്ട് തേജസ് ഭഗവാനാണെന്ന് വിശ്വസിക്കുന്നു. കാരണം എങ്ങനെ? എന്തുപോലെ നമ്മുടെ കൈ നമ്മുടേതല്ലെന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ കാല് നമ്മുടേതല്ലെന്ന് പറയാൻ പറ്റുമോ? അതുപോലെ ഭഗവാന്റെ ഒരു ഭാവം അല്ലെന്ന് പറയാൻ പറ്റും. അതാണ്. ഹരേ കൃഷ്ണ. ഇനിയും പഞ്ചരാത്ര വിധിയുമുണ്ട്, ഭാഗവത വിധിയുമുണ്ട്. എന്താണ് ഈ പഞ്ചരാത്ര വിധി? എന്താണ് ഭാഗവത വിധി? പഞ്ചരാത്ര വിധി എന്ന് പറയുന്നത് ഭഗവാനെ ആരാധിക്കാനുള്ള സ്ട്രിക്റ്റ് വിധിയെയാണ് നമ്മള് പഞ്ചരാത്ര വിധി എന്ന് പറയുന്നത്. ഭഗവാനെ ആരാധിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ഉപയോഗിക്കണം, ഏതെല്ലാം രീതിയിൽ വേണം നമ്മൾ ഭഗവാനെ ആരാധിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് പഞ്ചരാത്ര വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. ഭാഗവത വിധി എന്ന് പറഞ്ഞാൽ ഭഗവാനെ നമ്മൾ പ്രേമത്തോടു കൂടി ഡിവോഷണൽ സർവീസ് ചെയ്തിട്ട് ഭഗവാനെ ആരാധിക്കുന്ന, എന്ന് വെച്ചാൽ എന്തായാലും ശരി എനിക്ക് ഭഗവാനെ കാണണം, അല്ലെ അങ്ങോട്ട് കിടക്കരുത് ഇങ്ങോട്ട് കിടക്കരുത്, അത് ചെയ്താൽ പാപം ഇത് ചെയ്താൽ പാപം മറ്റേത് ചെയ്താൽ പാപം, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് മലയാളി
അപ്പൊ ആ ഒരു ഭാവത്തിൽ നിന്ന് മാറി നമ്മള് പ്രേമത്തോടു കൂടി എന്തായാലും എനിക്ക് ഭഗവാന് സമർപ്പിക്കണം, ആ പ്രേമഭാവത്തോടു കൂടി നമ്മൾ കാണുന്നതിനെയാണ് ഭാഗവത വിധി എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. മാതാജി പഞ്ചരാത്ര വിധി ഒന്നുകൂടെ പറയണം. പഞ്ചരാത്ര വിധി എന്ന് വെച്ചാൽ ഭഗവാനെ ആരാധിക്കാനുള്ള സ്ട്രിക്റ്റ് ആയ വിധി. എന്തെല്ലാം കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഭഗവാനെ ആരാധിക്കണം, ഏതെല്ലാം രീതിയിലാണ് ഭഗവാനെ ആരാധിക്കേണ്ടത്, എന്തെല്ലാം ചെയ്താൽ നമുക്ക് ഭഗവാന്റെ ആനന്ദം സന്തോഷം കിട്ടാൻ പറ്റും, ആ രീതിയിൽ ഭഗവാനെ ആരാധിക്കുക, പൂജകൾ ചെയ്യുക, ആരാധിക്കുന്ന വിധിയാണ് എന്ത് പറയുക, പഞ്ചരാത്ര വിധി എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് പോകാം. തീർന്ന എല്ലാവർക്കും ഈ പറഞ്ഞത് മനസ്സിലായോ? ഹരേ കൃഷ്ണ. മനസ്സിലായി. മനസ്സിലായി. ഹരേ കൃഷ്ണ. നമ്മൾ 23-ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. ഇനി നമ്മള് ഒരു ശ്ലോകമുണ്ട്. യഥാതരോർമൂല നിഷേചനേന തൃപ്യന്തി തസ്കന്ദ ഭുജോപശാഖ പ്രാണോപഹാരാശ്ച യഥേന്ദ്രിയാണാം തഥൈവ സർവാർഹണം അച്യുതേജ്യ എന്ന് പറയും. നമ്മളെ എന്തുകൊണ്ട് ഭഗവാനെ കൃഷ്ണനെ ആരാധിക്കുന്നു? ആർക്ക് പറയാം? അതിനൊരു ഉത്തരം കൂടി പറഞ്ഞിട്ട് നമുക്ക് പോകാം. ഹരേ കൃഷ്ണ. എന്തിനാണ് കൃഷ്ണനെ കുറിച്ച് ഇപ്പൊ പഞ്ചരാത്രി വിധിയിൽ വരുന്നത്? അവിടെ എന്താണ് ഐശ്വര്യവും ആദരവും എല്ലാം കൂടുതൽ പ്രകടമാക്കുന്നു എന്ന് പറഞ്ഞു അല്ലെ. ഏതെല്ലാം രീതിയിൽ ഭഗവാനെ ആരാധിക്കണം, അവിടെ ഐശ്വര്യത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ഐശ്വര്യവും ആദരവിനുമാണ് പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഭാഗവതയിൽ പ്രേമഭരിത സേവന രീതിക്കാണെന്നും പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒക്കെയുള്ള ആ കൃഷ്ണനെ ഭഗവാനെ നമ്മളെ എന്തുകൊണ്ട് നമ്മൾ ആരാധിക്കുന്നു? കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരോടാണ് ഞാൻ ചോദിക്കുന്നത്. ആർക്ക് പറയാം? പരമദിവ്യോത്തമ പുരുഷനാണ് എന്ന് നമ്മളെ വിശ്വസിക്കുന്നു അല്ലെ. ആ ഒരു വിശ്വാസം കൊണ്ട് അപ്പം ഭഗവാന്റെ പാദങ്ങളിൽ എന്ത് സമർപ്പിച്ചാലും ഭഗവാന്റെ അംശങ്ങളായിരിക്കുന്ന ബാക്കി എല്ലാവരും ഭഗവാന്റെ ബാക്കി എല്ലാവരും ഭഗവാന്റെ അവതാരങ്ങളായാലും ബാക്കി എല്ലാം ഭഗവാനിൽ നിന്ന് വന്നിരിക്കുന്നതായതുകൊണ്ട് എല്ലാവരും സന്തോഷിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അല്ലെ. അതുകൊണ്ടാണ് യഥാതരോർമൂല ഒരു ചെടിയുടെ ചുവട്ടിൽ കൊണ്ട് വെള്ളമൊഴിച്ചാൽ അതിന്റെ ഇലകളും അതിന്റെ കൊമ്പും എല്ലാം അതുപോലെ നല്ല ഇത് പ്രകടമായി വരുന്നത് പോലെ അല്ലെങ്കിൽ അത് വളരുന്നത് പോലെ നമ്മുടെ ആ എല്ലാ സർവ്വതിന്റെയും പേരായ ആ പരമദിവ്യോത്തമ പുരുഷന്റെ പാദത്തിൽ നമ്മളെല്ലാം സമർപ്പിക്കുമ്പോൾ അപ്പം നമുക്ക് എന്ത് ചെയ്യുന്നു? ബാക്കിയുള്ളവരുടെ ഒന്നും ദേഷ്യം നമ്മളിൽ ഉണ്ടാകുന്നില്ല. എല്ലാവരും നമ്മളെ ഒരുപോലെ സ്നേഹിക്കുന്നു. അപ്പൊ ഭഗവാനെ ഇപ്പം വേറൊരാളുടെ അടുത്ത് വേറെ ഒരു ദേവന്റെ അടുത്ത് പോയാൽ മറ്റൊരു ദേവൻ അവിടെ ഇഷ്ടപ്പെടില്ല. ഇതാവുമ്പോൾ ഇതിന്റെ എല്ലാം റൂട്ടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു യഥാതരോർമൂല നിഷേചനം എങ്ങനെയാണോ അതിന്റെ ആ വയറിൽ വെള്ളം ഒഴിച്ചാൽ അത് എല്ലാവർക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മൾ വയറിൽ ആഹാരമാണ് വയറ്റിലേക്കാണ് നമ്മൾ കൊടുക്കുക, വയറിൽ കൂടി ആഹാരം വയറ്റിലേക്കാണ് ചെല്ലുക. വയറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൈയായാലും തലയായാലും ശരീരമായാലും നമ്മുടെ ബുദ്ധിയായാലും ഒക്കെ വികസിക്കുന്നത് പോലെ അതിനെല്ലാം കിട്ടുന്നത് പോലെ ഭഗവാനെ ആരാധിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ദേവന്മാരെല്ലാം സന്തോഷിക്കും. അതുകൊണ്ടാണ് നമ്മളെ കൃഷ്ണനെ ആരാധിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ഓർക്കേണ്ടത് ആയുർഹരതി വൈപുംസ ഉദ്യന്നസ്തം ചെയ്യന്നസൗ തസ്യാത്തെ ക്ഷണോ നീധ ഉത്തമ ശ്ലോക വർദ്ധയ. നമ്മൾ എന്താ ചെയ്യണം? ദിവസത്തിന്റെ സൂര്യൻ എല്ലാവരുടെയും ജീവിതത്തെ അപഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. റൈസിങ് ആൻഡ് സെറ്റിംഗ് വഴി സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു. അതുവഴി നമ്മുടെ ആയുസ്സിനെ അപഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ഒരു ഭഗവാനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നവർക്ക് അവർക്ക് ആ ഒരു നഷ്ടം ബാക്കിയുള്ളവരുടെ എല്ലാം ജീവിതത്തെ അപഹരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അസ്തം ഉദിക്കുന്നു അസ്തമിക്കുന്നു, ഉദിക്കുന്നു അസ്തമിക്കുന്നു, അങ്ങനെ നമ്മളുടെ ജീവനെ അപഹരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ അപഹരിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷെ ആരുടെ ജീവിതം അപഹരിക്കുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും അത് നഷ്ടമാകുന്നില്ല. ആർക്കത് നഷ്ടമാകുന്നില്ല? ഭഗവാനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നവർക്കും ഭഗവാനെ പറ്റി മനസ്സിലാക്കുന്നവർക്കും
ഭഗവാന് വേണ്ടി ഡിവോഷൻ നഷ്ടമാകുന്നില്ല. കാരണം നമ്മൾ കൊണ്ട് രൂപ ബാങ്കിൽ ഇടുന്നത് പോലെ നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തികളുടെ എല്ലാം ബാങ്ക് ബാലൻസ് നമ്മളോടൊപ്പം നിലനിൽക്കുന്നത് കൊണ്ട് ഈ ഉദ്യന്നസ്തം ചെയ്യന്നസു, അപ്പൊ ആ ഉദയമോ അസ്തമയമോ എന്ന് വെച്ചാൽ റൈസിങ് ആൻഡ് സെറ്റിംഗ് ഓഫ് സൺ, ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്താലും അത് നമുക്ക് നഷ്ടമായിട്ട് വരുന്നില്ല. നമ്മുടെ കൂടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കൂടെ ഉണ്ട്, അതിന്റെ ഫലം നമ്മളോടൊപ്പം ഉള്ളത് കൊണ്ട് നമുക്കത് നഷ്ടമാകുന്നില്ല. പക്ഷെ അല്ലാത്തവർക്ക് അവര് എന്താണ് ഗ്രഹമേധികളായി അല്ലെങ്കിൽ ഗൃഹസ്ഥന്മാരായി ഇങ്ങനെ ജീവിക്കുന്നു എങ്കിലും അവർക്കത് പിന്നെ ബാങ്ക് ബാലൻസ് കിട്ടുന്നില്ല. അവർ ചെയ്യുന്നതിന്റെ ഫലം അപ്പോൾ തന്നെ അനുഭവിച്ചിട്ട് അവരങ്ങ് പോവുകയാണ് ചെയ്യുന്നത്, അവർക്കത് ഉണ്ടാകുന്നില്ല. അതാണ് ആയുർഹരതി വൈപുംസാം ഉദ്യന്നസ്തം ചെയ്യന്നസൗ തസ്യാത്തേ ക്ഷമോനീത ഉത്തമ ശ്ലോക പ്രാർത്ഥയ. ഉത്തമ ശ്ലോകന് വേണ്ടി എന്ത് ചെയ്താലും നമ്മുടെ കൂടെ ഉണ്ടാവും. ഹരേ കൃഷ്ണ. സമയം പോയി. 23-ാമത്തെ ശ്ലോകം എടുക്കൂ. ഗുരുദേവ് കി ജയ്, പ്രഭുപാദ് കി ജയ്, അനന്തകോടി വൈഷ്ണവവൃന്ദ കി ജയ്. ഹരേ കൃഷ്ണ. അഥവാ ദേവമായായ ന്യൂനം ഗതിരജ അഗോചര ചേതസോ വചസശ്ചാഭി ഭൂതാനാമിതി നിശ്ചയഃ. അഥവാ ദേവമായായ ന്യൂനം ഗതിര അഗോചര ചേതസോ വചസശ്ചാഭി ഭൂതാനാമിതി നിശ്ചയഃ. അഥവാ, അഥവാ ഇവിടെ നമ്മൾ മലയാളത്തിൽ അഥവാ എന്ന് പറയുമ്പം അല്ലെങ്കിൽ എന്ന് പറയും അല്ലെ. ഇത് എന്താ വെച്ചാൽ ഒന്നുകിൽ ഇതിങ്ങനെ മാറി മാറി പോവുകയാണെങ്കിൽ ദേവ, ദേവ എന്ന് പറഞ്ഞാൽ ഇവിടെ ഭഗവാൻ അർത്ഥം, മായായ ശക്തികൾ, ദേവമായായ ഭഗവാന്റെ ശക്തികൾ, ന്യൂനം ഗതിര ഗോചര, ന്യൂനം എളുതായിട്ടുള്ളത്, ഗതി എന്ന് വെച്ചാൽ പോക്ക്, അഗോചര ഭാവനയ്ക്ക് അതീതമായിട്ടുള്ളത്, ചേതസോ ചേതസഹ മനസ്സാലെ, വചസഹ വാക്കാലോ, ച എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് അടുത്ത് ച എന്ന വാക്ക് പഠിക്കും, ഓർ എന്നുള്ള ഇംഗ്ലീഷിലെ ഓർ അല്ലെങ്കിൽ മലയാളത്തിൽ അല്ലെങ്കിൽ എന്ന് പറയും. അപി എന്ന് പറഞ്ഞാൽ കൂടെ, ഭൂതാന എല്ലാ ജീവാത്മാക്കളുടെയും, ഇതി അപ്രകാരം, നിശ്ചയ നിർണയിച്ചു. അപ്പം അഥവാ ദേവമായായ ന്യൂനംഗതിരഗോചര ചേതസോ വചസശ്ചാഭി ഭൂതാന ഇതി നിശ്ചയഃ. അതിന്റെ വിവർത്തനം, ട്രാൻസ്ലേഷൻ ആൻഡ് പർപ്പസ് ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദി കി ജയ്, ഗുരുദേവ് കി ജയ്, പ്രഭുപാദി കി ജയ്, അനന്തകോടി വൈഷ്ണവവൃന്ദ കി ജയ്. ഇപ്രകാരം ഭഗവത് ശക്തികൾ അചിന്ത്യമാണെന്ന് നിർണയിക്കപ്പെട്ടിരിക്കുന്നു. മാനസിക ഊഹാപോഹങ്ങളാലോ വാക്കുകളാലോ ആർക്കും അവയെ അപഗ്രഥിക്കാൻ കഴിയുകയില്ല. ഭഗവാന്റെ ശക്തികൾ അചിന്ത്യമാണ്, നമുക്ക് ഊഹിക്കാൻ പറ്റുന്നല്ല. ഇപ്പൊ നമ്മൾ തന്നെ ബ്രഹ്മം, പരമാത്മാ, ഭഗവാൻ ഇതൊക്കെ കേൾക്കുമ്പോ തന്നെ നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ തന്നെ എത്ര പാടുപെടുന്നു. അപ്പൊ ആ ഭഗവാന്റെ ശക്തികൾ അചിന്ത്യമാണ് എന്ന് നിർണയിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഊഹാപോഹം കൊണ്ടോ അതങ്ങനെ എങ്ങനെ വരും? ഭഗവാൻ എങ്ങനെ പരമാത്മാവായിട്ട് നമ്മുടെ ഉള്ളിൽ കയറും? അല്ലെങ്കിൽ ഭഗവാൻ എങ്ങനെ ബ്രഹ്മമായിട്ട് ഇവിടൊക്കെ വ്യാപിക്കും? ഇങ്ങനൊക്കെ ഊഹം ചെയ്യുന്നവർക്ക് പിന്നെ അവരുടെ വാക്കുകൊണ്ടോ ആർക്കും അവയെ അപഗ്രഥിച്ചെടുക്കാൻ കഴിയുകയില്ല. ചേതസോ വചഃ, അപ്പൊ മനസ്സുകൊണ്ട്, അപ്പൊ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ, ചേതസോ വചഃ അതുകൊണ്ട് നമുക്ക്, ചേതസോ വചശ്ചാഭി ഭൂതാന, അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഒന്നും തന്നെ നമുക്ക് അതിനെ ഗണിച്ചെടുക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. കൃഷ്ണ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്ലോകം 23. അഥവാ ദേവമായായ ന്യൂനം ഗതിരഗോചരാഃ ചേതസോ വചസശ്ചാപി ഭൂതാനാം ഇതി നിശ്ചയഃ. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരു മാതാജിയോട് വായിക്കാമെന്ന് പറഞ്ഞു, വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥവാ ദേവമായായ നൂനം ഗതിരഗോചര ചേതസോ വചസശ്ചാഭി ഭൂതാനാമിതി നിശ്ചയഃ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. അപ്പം നമ്മളെ 23-ാമത്തെ ശ്ലോകമായി. ഇവിടെ 17 തൊട്ട് 20 വരെ ധർമ്മരാജാവ് പരീക്ഷത്തിനോട് സംസാരിച്ചു. 19-ലും 20-ലും എന്താണ് പല ഫിലോസഫേഴ്സിന്റെയും പല തത്വശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തെ കുറിച്ച് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? എന്താ അഭിപ്രായമാ പറഞ്ഞത്? ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ വൺസ് ഹാപ്പിനെസ് ആൻഡ് ഡിസ്ട്രസ്? ആരാണ് ഒരാളുടെ ഡിസ്ട്രസിന്, നിരാശയ്ക്കും അല്ലെങ്കിൽ ഒരാളുടെ സന്തോഷത്തിനും ആരാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് എന്ന്
ആദ്യം ധർമ്മരാജാവ് പരീക്ഷത്തിനോട് സംസാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പല ഫിലോസഫേഴ്സും തത്വചിന്തകന്മാരും എന്തെല്ലാം അവരുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടു. അതിൽ ആരൊക്കെയാണ് അദ്വൈതവാദികളെ നമ്മൾ കണ്ടു, അവരെ കുറിച്ച് പറഞ്ഞു. അതുപോലെ ദൈവജ്ഞന്മാരെ കുറിച്ച് പറഞ്ഞു. മീമാംസകർ ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്, അവരെ കുറിച്ച് നമ്മൾ ഒന്നും വ്യക്തമായിട്ട് ഇതിനകത്ത് പറഞ്ഞില്ല. പക്ഷെ അവരുടെ ഒരാളുടെ പേര് പറഞ്ഞിട്ട് അവരിങ്ങനെ പറയുന്നു എന്ന് നമ്മൾ കേട്ടു. അതുപോലെ ലോകായതരെ കുറിച്ച് പറഞ്ഞു, വൈഷ്ണവരെ കുറിച്ചും പറഞ്ഞു. അപ്പം അദ്വൈതികളെ, ദൈവജ്ഞരെ, മീമാംസരെ, ലോകായകരെ, വൈഷ്ണവരെ, ഇത്രയും പേരെ കുറിച്ച് പറഞ്ഞു. അദ്വൈതവാദീസ് അപ്പൊ അവര് പറയുന്നത് എന്താണ്? ആത്മാരാമൻ, ഞാൻ തന്നെയാണ് ഭഗവാൻ എന്ന് പറഞ്ഞു. ആ ദൈവജ്ഞര് പറഞ്ഞു സൂപ്പർ ഹ്യൂമൻ പവേഴ്സ് ഉണ്ട്, ദൈവമുണ്ട് എന്ന് പറഞ്ഞു. മീമാംസകര് പറഞ്ഞു നമ്മുടെ കർമ്മമാണ് എല്ലാത്തിനും കാരണമായി നിൽക്കുന്നത്. ലോകായര് പറഞ്ഞു എന്താണ്? പ്രകൃതിയാ ഇതെല്ലാം റെസ്പോൺസിബിൾ ആയി വരുന്നു. ഇനി വൈഷ്ണവര് എന്തു പറഞ്ഞു? എന്താണ്? ആർക്കും തന്നെ ഇതിനകത്തൊരു അഭിപ്രായം പറയണ്ട, എല്ലാം ഭഗവാന്റെ പവർ കൊണ്ടാണ് എന്ന് അവരും പറഞ്ഞു. അപ്പൊ പലരെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് 21-ാമത്തേതിൽ പറഞ്ഞു എന്താണ്? ധർമ്മം പറയുകയാണ് അവിടെ. എന്താണ്? ധർമ്മം പറഞ്ഞ ഓരോ വാക്കുകളും കേട്ടിട്ട് പരീക്ഷിത് മഹാരാജാവ് സന്തുഷ്ടനായി മറുപടി പറയുന്നു 21-ല്. 22 തൊട്ട് നമ്മൾ ഇനിയും കാണാൻ പോകുന്ന 27 വരെ പരീക്ഷിത്ത് ധർമ്മരാജാവിനെ ആശ്വസിപ്പിക്കുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങ് ധർമ്മം ഗ്രഹിച്ചവനാണ്. അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് മനസ്സിലാക്കിയത് അങ്ങേക്ക് ധർമ്മം അറിയാം, ധർമ്മം ഗ്രഹിച്ചവനാണ്. ഭഗവത് അനുഗ്രഹത്താൽ എല്ലാവിധ വിപരീതങ്ങളെയും ഭക്തൻ സഹിക്കുമെന്നും സർവ്വതിലും ഈശ്വരനെ കാണുന്നവന് ക്ലേശമേ ഇല്ല. അവന്റെ മനസ്സിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും അവനത് പ്രശ്നമായിട്ട് കണ്ടിട്ട്, അല്ലെങ്കിൽ ഓടി വന്നിട്ട് രാജാവെ, പരീക്ഷിത് മഹാരാജാവിനോട് ഇതിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറയാമായിരുന്നു. പക്ഷെ അത് രക്ഷിക്കണേ എന്ന് പറയുകയല്ല ചെയ്യുന്നത്. കാലത്തിന്റെ ഗതിയാണ് ഈ പോകുന്നതെന്നും ആ കാലത്തിന്റെ ഗതിയിൽ നിന്ന് ആർക്കും രക്ഷയില്ല എന്നുമുള്ളത് പറഞ്ഞത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ ധർമ്മം സാധാരണക്കാരനല്ല, ശരിക്കും കാര്യങ്ങൾ അറിയാവുന്നവനാണ് എന്ന് മനസ്സിലെ ഭക്തൻ എന്തിനേയും സഹിക്കുമെന്നും സർവ്വതിലും ഈശ്വരനെ കാണുന്നവനാണെന്നും അവന്റെ മനസ്സിലെ ക്ലേശങ്ങൾ അവന് വേണ്ടി അത് സാധാരണയാക്കി മാറ്റുകയില്ലെന്നും, പക്ഷേ അവൻ ഒരു കാര്യം ചെയ്യും, മറ്റുള്ളവരുടെ സങ്കടത്തിൽ അവൻ ദുഃഖിക്കും എന്നും ഇവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതാണ് ഇനിയും 23-ല് നമ്മള് പഠിക്കുന്നത്. ഭഗവത് ശക്തികൾ അചിന്ത്യമാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദേവമായായ എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്. ദേവമായായ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശക്തികൾ നമുക്ക് ഊഹിക്കാനോ ചിന്തിക്കാനോ കഴിയുകയില്ല എന്നുള്ളതാണ് അഗോചരമാണ്, അചിന്ത്യമാണ്, നമുക്ക് ചിന്തിക്കാവുന്നതിനൊക്കെ അപ്പുറത്താണ്. ഭഗവത് അനുമതിയില്ലാതെ യാതൊന്നും തന്നെ സംഭവിക്കുകയില്ല എന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു ശ്ലോകം ആണ് ഇല്ലേ, ആ ഒരു ഭഗവാന്റെ ഇതുകൊണ്ടാണ് നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ അനുഭവം ആരെഴുതി വെക്കുന്നുണ്ട്? നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ആരുടെ കുറിപ്പിലുണ്ട്? യമരാജന്റെ ചിത്രഗുപ്തന്റെ കയ്യിലുണ്ട്. നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും, അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും എന്തും ചിത്രഗുപ്തന്റെ കയ്യിലുണ്ട്. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അനുസരിച്ച് എഴുതാൻ എത്ര എഴുതിയാലും മനസ്സിലാവത്തില്ല അല്ലെ, എത്ര ചെയ്താലും തീരുകയില്ല അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പം ഭഗവത് അനുമതി. അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോന്നിനും, ഏത് ശ്ലോകമാതിരി ഞാൻ പറയുന്നത്, എപ്പോഴും നിങ്ങളത് പഠിച്ചു വെക്കേണ്ട ശ്ലോകം ഏതാണ്? ആ ഒരു 10-ാം സ്കന്ധത്തിലെ തത്തേന കമ്പാംസ്, ഞാൻ തന്നെയല്ല, എല്ലാ ക്ലാസ് എടുക്കുന്ന എല്ലാവരും പറഞ്ഞു കാണും. തത്തേന കമ്പാംസ് സമീക്ഷമാണോ കുഞ്ചാനമേവാത്മകൃതം വിഭാഗം. അത് നമ്മൾ മനസ്സിൽ ഓരോന്നും നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയത് വരുമ്പോഴേ നമ്മൾ അങ്ങ് ഡള്ളാവും അല്ലെ. അപ്പൊ നമ്മൾ ഡള്ളാവുമ്പോഴും മറ്റുള്ളവരിൽ നിന്ന് വളരെ മോശമായ ഒരു ഇത് നമുക്ക് വരും. പ്രവൃത്തികൾ നമ്മളിലേക്ക് ഉണ്ടാകുമ്പോഴും നമ്മൾ അതിനെ, അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തി, നമ്മളോട് ചെയ്യുന്ന പ്രവൃത്തികൾ എത്ര കഠിനമാണ് എന്ന് നമുക്ക് തോന്നുമ്പോഴും ഈ കഠിനത നമ്മൾ പണ്ടോ അവരോട് ചെയ്തതാണ് എന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ക്ഷമയോടുകൂടി സഹിക്കണം.
ഭഗവാനാണ് തരുന്നത്. ഭഗവാൻ തരുന്നത് എന്താണ്? നമ്മൾ ചെയ്തത് അന്ന് കുറിക്കപ്പെട്ടത് നമുക്കിപ്പൊ തരികയാണ്, ഇതോടെ അത് അവസാനിക്കുമല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം, ആ ഒരു പ്രവൃത്തിയെങ്കിലും അവസാനിച്ച് കിട്ടുന്നല്ലോ എന്ന് നമ്മള് സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഭഗവാന്റെ അനുമതിയില്ലാതെ യാതൊന്നും സംഭവിക്കുകയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. മായാശക്തിയാൽ നമ്മൾ സന്ദേഹത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് ഒട്ടും തന്നെ വിശ്വസിക്കാൻ അത് കഴിയത്തില്ല. നമ്മൾ മായാശക്തി കൊണ്ട് നമ്മൾ എനിക്ക് എന്നോട് എന്തിനങ്ങനെ ചെയ്തു എന്നുള്ള ആ ഒരിത് നമ്മുടെ മനസ്സിൽ കിടന്ന് നമ്മളെ കറക്കും. അതാണ്, നമ്മൾക്ക് എന്തെങ്കിലും ഒരു ദോഷം വരും ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാല്. അപ്പൊ പരമകാരണത്തെ കുറിച്ച് ഇവിടെ പരമകാരണം എന്താണ് എന്ന് ധർമ്മരാജൻ ഇവിടെ പറഞ്ഞതേയില്ല. കാരണം എന്താണ്? അത് പറയേണ്ട ആവശ്യമേ അവിടെ ഇല്ല. കാരണം എനിക്ക് വരുന്നതൊക്കെയും ഇവിടെ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ട് എനിക്ക് കിട്ടുന്നതാണ്. അപ്പം ഇവിടെ മുഴുവനും മായാശക്തിയുടെയും കലിയുടെയും പ്രഭാവത്താൽ ഇവിടമെല്ലാം പങ്കിലമായിരിക്കുകയാണ്. അതാണ് അദ്ദേഹത്തിന്റെ ദുഃഖത്തിന് കാരണം എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പം ധർമ്മരാജാവിന് മനസ്സിലായി ഓരോന്നും പ്രകൃതിയിൽ വരുന്നതൊക്കെയും മായാശക്തിയുടെ പ്രഭാവം കൊണ്ടാണ് വരുന്നത് എന്ന് മനസ്സിലാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം സർവ്വതിന്റെയും പരമകർത്താവ് ഭഗവാനാണെന്ന് ഭക്തനാണ് നിശ്ചയമായും അറിയാമെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഭക്തൻ കർമ്മിയെ തിരിച്ചറിയിൽ നിന്നും വിട്ടുനിൽക്കുന്നത് എന്ന ചോദ്യം ഇവിടെ ഉണ്ടായേക്കാം എന്നിവിടെ പറയുകയാണ് ഭഗവതൻ. അപ്പൊ ഇവിടെ കർമ്മി ആരാണെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ പോരെ, രാജാവ് ശിക്ഷിച്ചോളത്തില്ലേ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അങ്ങനെ ശിക്ഷിക്കാൻ കാരണമില്ല. കാരണം എന്തുകൊണ്ട്? ഇതൊക്കെയും മായാശക്തിയാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ മായാശക്തിക്ക് അടിമപ്പെട്ട് ഓരോരുത്തരും ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭൗതിക ശക്തിയാൽ നിർവഹിക്കപ്പെടുന്നതാണ്. എന്നാൽ അത് ഭഗവാൻ ഇതിന് സർവകാരണ കാരണമായി ഭഗവാൻ നിൽക്കുമ്പോഴും ഭഗവാൻ ഇതിന് നേരിട്ട് ഉത്തരവാദിയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഭഗവാനാണ് സർവ്വതിനും കാരണമായി ഭവിക്കുന്നത്. കാരണം എന്തുകൊണ്ട്? നമ്മുടെ പ്രവൃത്തിക്ക് ഫലം ഭഗവാനാണ് തരുന്നത്. പക്ഷെ നേരിട്ട് ഉത്തരവാദിയാകണമെങ്കിൽ ഭഗവാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണിത് അല്ലെ, ജീവാത്മാവ് ചെയ്യുന്ന കാര്യങ്ങൾ. അതിനെ ഭഗവാൻ സർവകാരണ കാരണമായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെല്ലാം ഭഗവാനിൽ നിന്ന് വന്നതാണ്, ഭഗവാന്റെ അംശമായതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സർവകാരണ കാരണമായി ഭഗവാൻ നിൽക്കുന്നെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളിവിടെ വന്ന് കാണിക്കുന്ന ഈ നമ്മളെ പ്രവൃത്തികളൊക്കെയും അതിനെല്ലാം ഭഗവാൻ റെസ്പോൺസിബിൾ ആകുമോ? നമ്മൾ ചെയ്യുന്നു, അതിന്റെ ഫലം നമ്മൾ അനുഭവിച്ചേ പറ്റിയുള്ളൂ. എന്തുകൊണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാം ആദിമമായി നിൽക്കുന്നത് ഭഗവാനായതുകൊണ്ട്. ഭഗവത് അനുമതിയില്ലാതെ യാതൊന്നും തന്നെ സംഭവിക്കുകയില്ലെന്ന് ധർമ്മ വ്യക്തിത്വത്തിന് ശരിക്കും അറിയാം. എന്നിട്ടും മായാശക്തിയുടെ പ്രഭാവത്താൽ അദ്ദേഹം സന്ദേഹത്തിൽ അകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് കാരണത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതിൽ നിന്നും അദ്ദേഹം വിട്ടുനിന്നു. അപ്പം കലിയുടെ പ്രഭാവത്താൽ പങ്കിലമാണ് ഈ സന്ദേഹാവസ്ഥയ്ക്ക് കാരണം. അങ്ങനെ കലിയുഗമാകെ മായാശക്തിയാൽ പൂരിതമായിരിക്കുന്നു അന്ന് ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. നമുക്ക് അടുത്ത ശ്ലോകം എടുക്കാം. തപശൗചം ദയാ സത്യം ഇതി പാദകൃതേ കൃതാഃ അധർമാം ശൈസ്ത്രയോ ഭഗ്ന സ്മയസംഗമദൈവസ്തഥാ അതൈവസ്തവ തപ ശൗചം ദയ സത്യം. തപ എന്ന് പറഞ്ഞാൽ തപസ്, വൈരാഗ്യം, മറ്റുള്ളവയോടൊക്കെ വൈരാഗ്യം തോന്നുക. വൈരാഗ്യം എന്ന് വെച്ചാൽ ദേഷ്യമല്ല, വേണ്ട എന്നുള്ള, അതിനെ ഞാൻ സ്വീകരിക്കില്ല എന്നുള്ള ഭാവം. ശൗചം വൃത്തി, ദയ തന്നെ എല്ലാവർക്കും അറിയാം, സത്യം അതും അറിയാം. ഇപ്രകാരം 4 പാദങ്ങളുണ്ട്. നമ്മൾ ഇത് തുടങ്ങിയപ്പോഴേ 4 പാദങ്ങളെ കുറിച്ചും ഓരോ യുഗത്തിലും നഷ്ടപ്പെട്ടതിനെ കുറിച്ചൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നു പാദങ്ങൾ. കൃതയെ സത്യയുഗത്തിൽ കൃത സ്ഥാപിച്ചു. അധർമ്മം അംശൈ അംശങ്ങളാൽ, അധർമാംശൈ സ്ത്രയോ 3 യോജിച്ച്, ഭഗ്ന ഭേദിക്കുക, സ്മയ എന്ന് വെച്ചാൽ നമ്മളിൽ ഉണ്ടാകുന്ന ഈഗോയ്ക്കാണ് സ്മയ എന്ന് പറയുന്നത്. സംഘം സ്ത്രീ സംസർഗത്തെയാണ് ഇവിടെ സംഘം എന്ന് ഉദ്ദേശിക്കുന്നത്. മതമത്തായി എന്ന് പറഞ്ഞാൽ മത എന്ന് വെച്ചാൽ ലഹരി. തപ താങ്കളുടെ. അപ്പം തപ ശൗചം ദയ സത്യം ഇതി പാദ കൃതേ കൃതാഃ അധർമ്മ അംശൈ സ്ത്രയോ ഭഗ്ന സ്മയ സംഘ അതൈസ്തവ. ഹരേ കൃഷ്ണ. ശ്ലോകം വായിക്കും. കൃഷ്ണാദി നമോ ഭഗവതേ വാസുദേവായ. ഗുരുഭ്യോ നമഃ. തപഃ ശൗചം ദയാ സത്യമിതി പാദാ കൃതേ കൃതഃ
അധർമാം ശൈസ്ത്രേയോ ഭഗ്ന സമയം സംഗമതൈസ്തവ. ഹരേ കൃഷ്ണ. സ്മയ സംഗമതൈസ്ത, സ്മയയാണ് കേട്ടോ. സ്മയ എന്ന് വെച്ചാൽ സ്മയ സംഗമ. കൃഷ്ണ. സംഗമതൈസ്തവ അധർമ്മ അംശൈ സ്ത്രയോ ഭഗ്ന സ്മയ സംഗം മതൈസ്തവ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മളിവിടെ വിവർത്തനത്തിലേക്ക് പോകാം. ട്രാൻസ്ലേഷൻ എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്, ഗുരുദേവ് കി ജയ്. സത്യയുഗത്തിൽ വൈരാഗ്യം, ശൗചം, ദയ, സത്യം എന്നീ 4 തത്വങ്ങളാൽ അങ്ങയുടെ 4 പാദങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടിരുന്നു. എന്നാൽ അഹന്ത, സ്ത്രീകളോടുള്ള അതിയായ കാമം, ലഹരി എന്നീ രൂപങ്ങളിലുള്ള അതിരുകൾ ലംഘിച്ച് പ്രവർത്തിക്കുന്ന അധർമ്മത്താൽ അങ്ങയുടെ 3 പാദങ്ങളും ഛേദിക്കപ്പെട്ടതായി കാണപ്പെടുന്നു. അപ്പം സത്യയുഗത്തിൽ 4 പാദങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ? എന്തൊക്കെയാണ് 4 പാദങ്ങൾ എന്നൊന്നുകൂടി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണ്? അതിൽ 3 പാദവും ഇപ്പൊ നഷ്ടപ്പെട്ടാണ് നിൽക്കുന്നത് അല്ലെ? ഇപ്പൊ ഉള്ള പാദം ഏതാണ്? അപ്പൊ നഷ്ടപ്പെട്ടത് എന്തൊക്കെയാണ്? വൈരാഗ്യം, ശൗചം, ദയ. 3 കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു. എങ്ങനെ? മായാശക്തിയുടെ ഇരകളായി തീർന്ന് അവയിൽ നമ്മൾ പെട്ടുപോയി എന്നുള്ളതാണ്. സത്യയുഗത്തിൽ ഇതെല്ലാം 4 പാദങ്ങളും ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളതിനൊരു സൂചന കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ പുരുഷന്മാർക്ക് ആൾക്കാർക്ക് എല്ലാ ജീവജാലങ്ങൾക്കും അഹന്തയുണ്ട് എന്നുള്ളതാണ്. അഹന്ത ഒരു ഭാഗത്തുണ്ട്. പിന്നെ പുരുഷന്മാരിൽ പ്രത്യേകിച്ച് സ്ത്രീകളോടുള്ള കാമം, അതുപോലെ സ്ത്രീകൾക്ക് പുരുഷന്മാരോടുള്ള കാമം, ലഹരി, ഇത് 3ഉമാണ് വളരെയധികം പ്രശ്നങ്ങളായി നിലകൊള്ളുന്നത്. അങ്ങനെ ഇവയെല്ലാം ഛേദിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ മായാശക്തിയുടെ ഇരകളായി തീർന്നിട്ട് ഈയാമ്പാറ്റ അഗ്നിയിൽ വീണ് എങ്ങനെയാണോ ഇല്ലാതെയാകുന്നത്, നമുക്കെല്ലാം ഈയാമ്പാറ്റയെ കുറിച്ച് അറിയാമല്ലോ, എല്ലാവരും ഉണ്ടല്ലോ. നമ്മൾ ലൈറ്റ് ഇടുമ്പോഴത്തേക്ക് ചില സമയത്ത് എന്ത് ചെയ്യും? ആ ലൈറ്റ് എന്താണ് ബൾബിന് ചുറ്റും വന്ന് കൂടിയിരുന്നിട്ട് അവിടെ എല്ലാം മരിച്ചു വീഴുന്ന ആ ഈയാമ്പാറ്റ, ആ ഈയാമ്പാറ്റ എങ്ങനെയാണോ സ്വയം ഈയാമ്പാറ്റ അഗ്നിക്കിരയായി തീരുന്ന, ആരും അതിനോട് വിളിക്കുന്നതല്ല, അത് വരണമെന്ന് ആരും പറയുന്നതല്ല, അത് സ്വയമായി വെളിച്ചം കാണുമ്പോഴത്തേക്ക് അത് വരുന്നു അല്ലെ? അങ്ങനെ അത് അഗ്നിക്കിരയായി തീരുന്നത് പോലെ എന്താണ് നമ്മളെ വിഭ്രമത്തിലാക്കുന്നതിന് മായാശക്തി നമ്മളെ പ്രേരിപ്പിക്കുന്നു. അതിന് ഘടകങ്ങൾ ഒരുപാട് വന്നു ചേരുന്നു. നമ്മുടെ 5 സെൻസ് ഓർഗൻസും എന്നുവെച്ചാൽ ആ ഇന്ദ്രിയങ്ങൾ കൊണ്ടെല്ലാം നമ്മളെ അതിലേക്ക് കൊണ്ട് എത്തിക്കുന്നു. നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ എല്ലാം കാരണമായി നമ്മൾക്ക് ഓരോന്നും വന്ന് ഭവിക്കുന്നു. അപ്പൊ മായാശക്തി നമ്മളെ പ്രേരിപ്പിക്കുന്നു. അപ്പൊ എങ്ങനെയാണോ ഈയാമ്പാറ്റ ഒരു അഗ്നിക്കിരയായി തീരുന്നത്, സ്വയം ഇരയായി തീരുന്നത് പോലെ നമ്മുടെ പ്രവർത്തികൾ നമ്മളുടെ മായാശക്തി കാരണം എന്ത് ചെയ്യുന്നു? നമ്മളെല്ലാം മറന്നിട്ട് നമ്മൾ സ്വയം എരിഞ്ഞിത്തീരുന്നു എന്നതുപോലെയാകുന്നു. മതിവിഭ്രമമാകുന്ന അഗ്നിക്ക് നമ്മൾ ഇരയായിത്തീരാൻ ബദ്ധാത്മാക്കളെ മായാശക്തി സദാ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഏത് മായാശക്തിയാണ് അതിന് പ്രേരിപ്പിക്കുന്നത് നമ്മളെ? മായ തന്നെ 2 വിധത്തിലുണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് മായ 2 വിധത്തിലുള്ളത്? മഹാമായ, യോഗമായ. അതിലേത് മായയാണ് നമ്മളെ ഈ അഗ്നിയിലേക്ക് ചെന്നെത്താൻ, അല്ലെങ്കിൽ നമ്മളെ ഈ പ്രവൃത്തിയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്, മതിവിഭ്രമമാകുന്ന അഗ്നിയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്? ബഹിർശക്തി. യോഗമായ. ഭഗവാന്റെ ബഹിർശക്തി. യോഗമായ എന്ന് പറയുന്നത് ഭഗവാന്റെ സ്വന്തമാണ്. യോഗമായ ഭഗവാനെ സൃഷ്ടിസ്ഥിതി സൗഹാരങ്ങൾക്കായി ഭഗവാനിൽ തന്നെ നിലകൊള്ളുന്നതാണ് യോഗമായ എന്ന് പറയുന്നത്. അന്തരംഗ ശക്തി എന്ന് പറയുന്നതാണ് യോഗമായ. അത് നമ്മുടെ അടുത്ത് വരത്തില്ല, കാരണം നമ്മൾ അത്ര പാപികളാണ്. അതുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് അത് വരികയേയില്ല. മഹാമായയാണ് നമ്മളെ ഭ്രമിപ്പിക്കുന്നത് അല്ലെ? അന്തരംഗ ശക്തി ആരുടെ കൺട്രോളിൽ നിൽക്കുന്നു? രാധാറാണിയുടെ.
രാധാറാണിയുടെ രാധാറാണിയുടെ കൺട്രോളിലാണ് അന്തരംഗ ശക്തി നിൽക്കുന്നത്. അപ്പൊ എപ്പോഴും അത് ആ ഒരു രീതി എപ്പോഴും നമുക്കുണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ രാധാറാണിയെ വിളിക്കണേ നീമയി സർവ കാന്തി സമൂഹിനി പര. അപ്പൊ നമ്മള് എപ്പോഴും പറയണം. കാരണം എന്തുകൊണ്ടാണ്? ആ അന്തരംഗ ശക്തിയൊക്കെ രാധാറാണിയുടെ ആ ദീനതയിൽ ഇരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അത് നമ്മളെ ഭ്രമിപ്പിക്കാൻ വരത്തില്ല. അത് ശുദ്ധ ഭക്തന്മാരുടെ കൂടെ ഉള്ളൂ. നമ്മുടെ കൂടെ ഒന്നും അതുകൂടെയെങ്കിലും നമുക്ക് എത്താറൊന്നും ആ സ്വപ്നം കാണാൻ പോലും നമുക്കായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ മഹാമായയാണ് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ട് അത് മായാശക്തി, നമ്മുടെ ബഹിരംഗ ശക്തി നമ്മളെ എപ്പോഴും പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ നമ്മളെ മതിവിഭ്രമത്തിന് ഇരകളായി തീരുന്നുവെന്നും അപ്പം മായക ശക്തിയിൽ നിന്നും നമ്മൾ സ്വതന്ത്രരായി തീരണമെന്നും നമുക്ക് ആര് പറഞ്ഞു തരുന്നുണ്ട്? ആരാ നമുക്കിതൊക്കെ പറഞ്ഞു തരുന്നത്? ഗുരു ആദ്യാത്മ ഗുരുവിൽ ശാസ്ത്രം സംഘം അല്ലെ? ഗുരു. അതിലെ നമ്മുടെ വേദശാസ്ത്രങ്ങൾ നമ്മളെ ഉത്ബോധിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. വേദശാസ്ത്രങ്ങൾ ഇതിനെല്ലാം എങ്ങനെയെങ്കിലും നമ്മൾ മായാശക്തിയിൽ നിന്ന് ഉണരണം എന്നാണ്. അജ്ഞതയുടെ അന്ധകാരത്തിലേക്ക് ചരിക്കരുതെന്നും പ്രകാശത്തിന്റെ പുരോഗമനോന്മതമായ പാതയിലേക്കാണ് നമ്മൾ പോകേണ്ടതെന്നും അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ മായയുടെ ശക്തി അത്യന്തം ശക്തിമത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനെ അതിജീവിക്കാൻ പ്രയാസമാണെന്നും നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ദേവി എന്താണ് പറഞ്ഞിരിക്കുന്നത്? മമമായ ദുരത്യയ എന്നാണ് ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. എന്റെ മായയെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഒരിക്കലും എന്റെ മായയെ തരണം ചെയ്യാൻ വളരെ ദേവീഹേഷ ഗുണമയി മമമായ എന്താണ് ആ ഒരു മാമേവ എങ്ങനെ ആർക്കതിനെ തരണം ചെയ്യാൻ കഴിയും? മാമേവയെ പ്രപത്യന്തേ മായാമേതന്തരന്തിതേ അല്ലെ? അപ്പൊ അത് പറഞ്ഞു തന്നിരിക്കുന്നത് ദേവീഹേഷ ഗുണമയി മമമായ ദുരത്യയ, അല്ലയോ എന്റെ ആ 3 ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന എന്റെ മായയെ അതികടന്നു പോകുവാൻ ആർക്കും പ്രയാസമാണ്. എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ആ ബുദ്ധിമുട്ടിൽ നിന്ന്, ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്ക് കഴിയും? മമേവയെ പ്രപത്യന്തേ മായാമേതന്തരന്തിതേ. എങ്ങനെയാണ്? എന്നെ അഭയം പ്രാപിക്കുന്നവർ. ഭഗവാൻ അവിടെ സ്വാർത്ഥനാണോ എന്ന് നമുക്ക് തോന്നും. പക്ഷെ യഥാർത്ഥ സത്യം അതാണ്. കാരണം അവിടെ നിന്നാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഭഗവാനിൽ നിന്നാണ് നമ്മുടെ വശങ്ങളാണ്. പിന്നെ നമ്മൾ നമ്മുടെ അച്ഛനെ അല്ലാതെ ആരെയാണ് നമ്മൾ പ്രാപിക്കേണ്ടത്? നമ്മൾ ഒരു വീട്ടിൽ ചെന്നിട്ട് വേറെ അടുത്ത വീട്ടിലെ അച്ഛന്മാരോട് എന്തെങ്കിലും വാങ്ങിച്ചു തരാൻ പറയുമോ? അല്ലെ എന്നെ അവിടെ കൊണ്ടുപോകണമെന്ന് പറയാൻ പറ്റുമോ കൊച്ചു കുട്ടികൾക്ക്? നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ നമ്മളോടല്ലേ പറയുകയുള്ളൂ. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? മാമേവയെ പ്രപത്യന്തേ, എന്നെ തന്നെ ശരണം പ്രാപിക്കുന്നവർക്ക് ദേവീഹേഷ ഗുണമയി മമമായ ദുരത്യ അങ്ങ് മാറിക്കിട്ടും. ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുന്നവർക്ക് ദേവി ആ ഒരു ശ്ലോകം വളരെ അർത്ഥവത്തായി പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥമൊക്കെ ദേവീഹേഷ ഗുണമയി മമമായ ദുരത്യയ മമേവയെ പ്രപത്യന്തേ മായാമേതന്തരന്തിതേ. എന്റെ ഈ മായയെ തരണം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷേ എന്നെ തന്നെ ശരണം പ്രാപിക്കുന്നവർക്ക് അത് സാധിക്കും എന്നുള്ളതാണ് അവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് ഓർക്കണം. അപ്പം നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത അല്ലെ? ആ ഒരു ഞാൻ എന്നെ എല്ലായിടത്തും വെച്ച് കിട്ടത്തില്ല. എന്തുകൊണ്ടാണ്? യോഗമായ എന്നെ മറയ്ക്കും. ആർക്ക് മറയ്ക്കും? ഭക്തരല്ലാത്തവരിൽ നിന്ന് എന്നെ മറച്ചു വെക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പിന്നെ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ചതുർവിധാ ഭജന്തേമ സുഹൃതിനോ അർജുന. ആരൊക്കെയാ വിളിക്കുന്നത്? ആർത്തോ, ജിജ്ഞാസുർ, അർത്ഥാർത്ഥി, ജ്ഞാനി. ഇവര് 4 കൂട്ടരും എന്നെ വിളിക്കുന്നുണ്ട്. എന്തിനാണ്? അവരുടെ കാര്യം കാണുന്നതിന് വേണ്ടിയിട്ട്. ജ്ഞാനീജ പരദർശഭ. എല്ലാവരും എന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ വേണ്ട രീതിയിൽ എന്ത് ചെയ്യുന്നില്ല? എന്നെ ശരണം പ്രാപിക്കുന്നില്ല. നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത. അതും മറക്കരുത്. നമ്മൾ ഭഗവാനെ തന്നെ അല്ല വിളിക്കുന്നതെങ്കിൽ യോഗമായയെ നമ്മളെ മറച്ചു വെക്കും. ഭഗവാനെ കാണിച്ചു തരികയില്ല എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം ആ ഒരു ശ്ലോകം നിങ്ങൾ ഓർത്തിരിക്കുക. ഭഗവത്ഗീതയിലെ നിങ്ങളിപ്പം ശ്ലോകമൊക്കെ പഠിച്ചു കാണും, എല്ലാവരും ദിവസേന വായിക്കുകയല്ലേ. അപ്പൊ അതുകൊണ്ട് ഇത് ഓർമ്മയുണ്ടാകും. അപ്പം ആ ഒരു ശ്ലോകമെങ്കിലും
നമ്മൾ മനസ്സിലാക്കുക എന്തുകൊണ്ട് ഭഗവാനെ ശരണം പ്രാപിക്കണം. നമ്മൾ വേറൊരിടത്ത് പോയി വേറൊരു വീട്ടിൽ ചെന്ന് കുടുംബനാഥനോട് നമുക്കൊന്നും ആശ്രയിക്കാൻ പറ്റത്തില്ല. നമ്മുടെ കുടുംബത്തിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മൾ നമ്മുടേതായ ഭഗവാനെ തന്നെ നമുക്ക് വിളിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്നെ ശരണം പ്രാപിക്കൂ എന്നുള്ള പറച്ചിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ. സമയമായി. എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. പാദ നമസ്കാരം മാതാജി. മാതാജി പറഞ്ഞ പരമാത്മാവ് എന്ന് പറയുന്ന നമ്മുടെ ഒരു വിരലിന്റെ വലിപ്പം എന്ന് പറഞ്ഞല്ലോ മാതാജി. അപ്പൊ എല്ലാ ജീവജാലങ്ങളിലും ഈ ഒരു വലിപ്പം തന്നെ ആയിരിക്കും മാതാജി? ഹരേ കൃഷ്ണ. അത് പറയുന്നില്ല. അത് ഭാഗവതത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞു തന്നിരിക്കുന്നത്, ഭഗവത്ഗീതയിൽ ഇങ്ങനെയാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ തള്ളവിരലിന്റെ വലിപ്പമല്ലേ നമ്മുടെ തള്ളവിരലിന്റെ വലിപ്പത്തിൽ നമുക്ക് അതിന്റെ തള്ളവിരലിന്റെ വലിപ്പമല്ലേ അത് നിങ്ങൾക്ക് വരിക. ഇപ്പൊ ആർക്കായാലും അപ്പൊ നമ്മള് എന്ന് പറയുന്ന നമ്മുടെ നമ്മള് ഇത്രയും വലുതായത് കൊണ്ടാണ് നമ്മുടെ ഇത് വരുന്നത്. അതിനനുസരിച്ച് മാറ്റം വരും. അത് അപ്പൊ എറുമ്പിന്റെ പരമാത്മാവ് എറുമ്പിന്റെ തള്ളവിരലിന്റെ അത്ര ഉണ്ടായിരിക്കും അല്ലെ? ആയിരിക്കും. അങ്ങനെ ഇത് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അങ്ങനെ ആയിരിക്കാമല്ലോ. നമ്മുടെ യുക്തി അനുസരിച്ച് ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സമയമായിരിക്കണോ? താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. മാതാജിയുടെ അതിരപ്പുറം 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞു വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.